ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്നത്തെ കുറച്ച് ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ്. ഇന്ത്യൻ ആർമി പാകിസ്ഥാന്റെയും ചൈനയുടെയും ബോർഡറിൽ നമ്മളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 30,000 കോടിയുടെ ഓർഡർ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് ബെൽ എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ്. ആനന്ദ് ശാസ്ത്ര എന്ന് പറഞ്ഞ എയർ ഡിഫൻസ് മിസൈലിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഡർ കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ ബോർഡർ നമ്മൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പാകിസ്ഥാന്റെ ആ ഒരു ബോർഡറിൽ ശരിക്കും തീവ്രവാദികൾ നുഴഞ്ഞുകയറ്റം നടത്താനും ഇന്ത്യക്കുള്ളിൽ ഷെല്ലാക്രമണം നടത്താനും തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് ഇന്റലിജൻസ് വിവരം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിനെ തുടർന്ന് പാകിസ്ഥാൻ ബോർഡർ ഏരിയയിൽ നല്ല രീതിയിലുള്ള സുരക്ഷ ഇപ്പം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ ആർമി വളരെയധികം സൂക്ഷ്മമായി സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ S-400 സിസ്റ്റത്തിൽ പ്രവർത്തിപ്പിക്കുന്ന 40N6 എന്ന് പറഞ്ഞ ആ ഒരു ആർസണൽ, ഈ ആർസണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇന്റർസെപ്റ്റർ ആണ്. അതായത് ഈ മിസൈൽ ലോഞ്ചറിൽ നിന്നും ഇന്റർസെപ്റ്റർ പോയിട്ടാണ് എയർബോൺ ത്രെട്ടുകളെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ആർസണൽസിന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് റഷ്യക്ക്. കാരണം എയർ ഡിഫൻസ് സിസ്റ്റം നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടും എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യ. അതായത് ഏത് നേരത്തും ഒരു അറ്റാക്കിനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. അപ്പൊ ബി റെഡി, ആ ഒരു നിലയിലാണ് ഈ ഒരു ഓർഡർ കൊടുത്തിരിക്കുന്നത്. അതായത് സ്റ്റോക്ക് പൈൽ വർദ്ധിപ്പിക്കുക. മെയിനായിട്ട് നിലവിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തിലുള്ള ആ ഒരു ആർസണൽസ് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് വേണമല്ലോ. നമ്മുടെ അടുത്ത് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്, എന്നാലും നമ്മൾ സ്റ്റോക്ക് പൈൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഓർഡർ ഒരുപാട് വിഷയങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ബോർഡറിൽ നുഴഞ്ഞു കയറാനിരിക്കുന്ന ആൾക്കാർ, ഷെല്ലാക്രമണത്തിന് തയ്യാറെടുത്തിരിക്കുന്ന സിറ്റുവേഷൻ, ഇന്ത്യ റഷ്യ എടുത്ത് ഈ ഒരു 40N6 എന്ന് പറഞ്ഞ ഒരു ആർസണലിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഓർഡർ, ഇതെല്ലാം കൂടി കൂട്ടി യോജിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. LET ലഷ്കർ ഉണ്ടല്ലോ, ഈ ലഷ്കറിന്റെ ടീമുകളുടെ പൂർണ്ണ ആധിപത്യം പാകിസ്ഥാന്റെ ഉള്ളിൽ അതിതീവ്ര നിലയിൽ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് പാകിസ്ഥാന്റെ ISI ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ ലഷ്കർ ടീമുകളെയാണ്. കാരണം ഈ ലഷ്കറാണ് ഏറ്റവും കൂടുതൽ കശ്മീരിന്റെ ഉള്ളിൽ എയിം ചെയ്ത് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അപ്പൊ ഈ ലഷ്കറിന് ഏറ്റവും കൂടുതൽ സഹായം പാകിസ്ഥാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ പാകിസ്ഥാനെ അമേരിക്ക സഹായിക്കുന്നുണ്ട്. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ട്രംപ് അല്ല, ചൈനയല്ല, ആര് സഹായിച്ചാലും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം തീവ്രവാദം വളർത്താൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന രാജ്യമാണ്. പാകിസ്ഥാനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അവർ തീവ്രവാദത്തിനെ തന്നെ പിന്തുണയ്ക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അമേരിക്ക ആയാലും ശരി തന്നെ, ചൈന ആയാലും ശരി തന്നെ. ഇന്ത്യ ബ്രിക്സിന്റെ മീറ്റിംഗ് അമേരിക്കയിൽ വെച്ച് നടത്തിയിരിക്കുകയാണ്. UNGAയുടെ സൈഡ് ലൈനിൽ വെച്ച് നടത്തിയ മീറ്റിംഗിൽ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ബ്രിക്സിന്റേതായിട്ടുള്ള ഒരു മീറ്റിംഗ് നടത്തി തീർത്തിരിക്കുകയാണ്. അപ്പൊ അത് തലക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സ് മീറ്റിംഗിന് അമേരിക്ക എന്നാണ്. ശരിക്കും അമേരിക്കയിൽ ബ്രിക്സ് മീറ്റിംഗ് നടക്കുമോ എന്നുള്ളത് സർപ്രൈസോടുകൂടി നമ്മൾ വാർത്ത നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ UNGAയിൽ പങ്കെടുക്കാൻ പോയ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ബ്രിക്സ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രതിനിധികളെ വിളിച്ചുകൂട്ടി ബ്രിക്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടത്തിയതാണ് ഈ രീതിയിൽ വാർത്തയായിരിക്കുന്നത്. പാകിസ്ഥാൻ ആർമി അൺഡിക്ലേർഡ് വാർ എഗെയിൻസ്റ്റ് പഷ്തൂൺസ്. ഈ പഷ്തൂൺസ് എന്ന് പറയുന്നത് ഖൈബർ പഖ്തൂൺവ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ആ ഒരു സെക്ടിന് പറയുന്ന പേരാണ് പഷ്തൂൺ. ആ പഷ്തൂൺ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. അവർ സംസാരിക്കുന്ന ലാംഗ്വേജിന്റെ പേരാണ് പഷ്തൂൺ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ശരിക്കും കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ ഒരു എയർ സ്ട്രൈക്ക് നടത്തി നിരവധി പേര് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുട്ടികളടക്കം മുതിർന്ന ആൾക്കാർ ഉൾപ്പെടെ ഏതാണ്ട് 30-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കുണ്ടായിരുന്നു. ആ പരിക്കിൽപ്പെട്ട ആൾക്കാർ തന്നെ പിന്നീട് പലരും മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. അപ്പൊ സ്ഥിതിഗതികൾ ആ രീതിയിലിരിക്കെ യുണൈറ്റഡ് നേഷൻസിൽ വെച്ചിട്ട് പാകിസ്ഥാൻ ഇന്ത്യ കൗണ്ടർ ചെയ്ത സമയത്ത് അവർ പറഞ്ഞിരുന്നത് തെഹ്രിക്ക് താലിബാൻ, അതുപോലെ തന്നെ BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ഇതെല്ലാം തന്നെ ഇന്ത്യൻ സ്പോൺസേർഡ് ടെററിസമാണ്. ഇന്ത്യയാണ് ഇവരെയൊക്കെ സ്പോൺസർ ചെയ്യുന്നത്. ഇന്ത്യ ടെററിസം വളർത്തുന്ന രാജ്യമാണെന്നാണ് ഇവർ പറഞ്ഞു വെച്ചത് യുണൈറ്റഡ് നേഷൻസിൽ. പക്ഷെ അത് ഗ്ലോബൽ രാജ്യങ്ങൾക്കെല്ലാം മനസ്സിലാവും ഈ സംഘടനകൾക്കൊക്കെ എന്താണ് ബേസിക്, ഇവരുടെ റൂട്ട് എന്താണ്, ഇവരുടെ റീസൺ എന്താണ്, ഇവരുടെ കോർ ബിലീവ് എന്താണ്, എന്തിന്റെ ബേസിസിലാണ് ഇവരിങ്ങനെ സംഘടനകളായിട്ട് നിൽക്കുന്നത്. ഇതെല്ലാം തന്നെ ഗ്ലോബലി തന്നെ വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ ഖൈബർ പഖ്തൂൺവ മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയ ആ ഒരു എയർ സ്ട്രൈക്കിന് തിരിച്ചടി പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത് പാകിസ്ഥാൻ ആർമി. അപ്പൊ അങ്ങനെ പാകിസ്ഥാൻ ആർമി അൺഡിക്ലേർഡ് വാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഖൈബർ പഖ്തൂൺവ മേഖലയിൽ. കാരണം അവർക്ക് അറിയാം ഈ ഖൈബർ പഖ്തൂൺവ മേഖലയിൽ നിന്നും തെഹ്രിക്ക് താലിബാനികൾ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മിലിറ്ററിയുടെ നിഗമനം. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ ഇവർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അൺഡിക്ലേർഡ് വാർ. അതായത് നിങ്ങളെ എവിടെ കണ്ടാലും ഞങ്ങൾ അടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ വെടിവെച്ചിടും. അതാണ് ഇപ്പൊ നിലവിൽ പാകിസ്ഥാൻ മിലിറ്ററി എടുത്തിരിക്കുന്ന ആ ഒരു ഡിഫൻസ്. ഇതിനെ ഡിഫൻസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇത് ശരിക്കും പറഞ്ഞാൽ സ്വന്തം രാജ്യത്തുള്ള ജനങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയാണ് ആർമി. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് UNSCയിൽ ഈ ഒരു വിഷയം ഉന്നയിച്ചത്. UNHRCയിൽ നിന്നും ശക്തമായ രീതിയിൽ പാകിസ്ഥാനെതിരെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് ഇന്ത്യ പറഞ്ഞു വെച്ചത്. ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ടും അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്.
ട്രംപിന്റെ ക്രിപ്റ്റോ കറൻസി അവിടെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ഇനി ആരെ കൊന്നിട്ടായാലും ആരെ ചതിച്ചിട്ടായാലും ഏത് രീതിയിലായാലും എന്റെ ക്രിപ്റ്റോ വളർന്നാൽ മതി എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള പ്രസിഡന്റ് ആയിട്ട് ട്രംപ് മാറിയിരിക്കുകയാണ്, അതപ്പതിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഒന്നും പറയാനില്ല. എനിവേ, ക്രിപ്റ്റോ മൈനിങ് തകൃതിയായിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കട്ടെ. അവിടെ തന്നെ പൈസയില്ല, ഇനി എവിടെ നിന്നാണ് ക്രിപ്റ്റോ മൈനിങ് നടത്താൻ പോകുന്നത്? ഇനി എന്തെങ്കിലും കള്ളപ്പണങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അതിലൂടെ റൊട്ടേറ്റ് ചെയ്തെടുക്കാം, അത് മാത്രമേ ഇനി വഴിയുള്ളൂ. ഒരുപക്ഷെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രിപ്റ്റോ പാകിസ്ഥാനിൽ തുടങ്ങിയതായിരിക്കാം ട്രംപ്. ബോയിങ് ഒക്കെ വിൽക്കുന്നതിൽ ഒരുപാട് ബ്രോക്കർ കമ്മീഷനൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് മൊത്തത്തിൽ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ട്രംപ് ഒരു സൈഡിലൂടെ ട്രംപിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. തീവ്രവാദികൾ LOCയിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് എന്നാണ് വാർത്ത. ഈ വാർത്ത അത് തന്നെയാണ് പറയുന്നത്. അതായത് ഏത് നേരത്തും അവർ ഇന്ത്യക്കുള്ളിലേക്ക് ഒരു ആക്രമണം അയച്ചു വിട്ടേക്കാം. കശ്മീരി ആക്ടിവിസ്റ്റ്, പ്രോമിനന്റ് കശ്മീരി ആക്ടിവിസ്റ്റ് ആണ് തസ്ലീമ അക്തർ. തസ്ലീമ അക്തർ ഇവര് പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിനെ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ വ്യക്തമായിട്ട് എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ, പാകിസ്ഥാൻ അഴിച്ചുവിടുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം തന്നെ കശ്മീരിൽ നിന്നുള്ള ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് തന്നെയാണ് യുണൈറ്റഡ് നേഷൻസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാല്, പാകിസ്ഥാൻ കരഞ്ഞ് കാല് പിടിച്ചിട്ട് പ്ലീഡ് ചെയ്തിട്ടാണ് ഇന്ത്യ യുദ്ധം അവസാനിപ്പിച്ചു കൊടുത്തത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ എടുത്തത് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ. അത് ഇതിൽ പരം അപമാനം പാകിസ്ഥാനിന് കിട്ടാനില്ല. എയർബസ് എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യക്കുള്ളിലാണ് അവരുടെ ആനുവൽ സബ്മിറ്റ് ഇത്തവണ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇന്ത്യയുടെ ഈ ഒരു വളർന്നു വരുന്ന ഈ ഒരു എക്കണോമിക് ഒരു ഉയർച്ച, അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് എയർബസിന്റെ ആ ഒരു ആനുവൽ സബ്മിറ്റ് ഇത്തവണ ഇന്ത്യക്കുള്ളിൽ സംഘടിപ്പിക്കുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് യൂറോപ്പ് അഥവാ ചൈന ഒഴികെയുള്ള ഇതര രാജ്യങ്ങളിൽ എയർബസ് കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് ആ ഒരു രാജ്യം ഇന്ത്യ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പോക്സ് പേഴ്സൺ രൺധീർ സിംഗ് ജയ്സ്വാൾ പത്രക്കാർ ചോദിച്ചു, ഇതേപോലെ എർദോഗൻ ഇന്ത്യക്കെതിരെ കശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഇന്ത്യ അതൊക്കെ അൺവാണ്ടഡ് ആണ്, അതിനൊന്നും ഇന്ത്യ മറുപടി പറയേണ്ട കാര്യമില്ല, കശ്മീർ ഇന്ത്യയുടെ ഇന്റഗ്രൽ പാർട്ട് ആണെന്നുള്ള ഒരു മറുപടിയാണ് കൊടുത്തത്. പാകിസ്ഥാൻ ഇന്നലെ അമേരിക്കയുമായിട്ടുള്ള ആ ഒരു മീറ്റിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപാട് രഹസ്യമായിട്ട് അടച്ചിട്ട മുറിയിൽ ട്രംപ് എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്കറിയത്തില്ല. തീർച്ചയായിട്ടും പേഴ്സണൽ ആയിട്ടുള്ള ബിസിനസ് ഇൻട്രസ്റ്റ് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് കാരണം വേറൊന്നുമില്ല, ഖ്വാജ ആസിഫ്, പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. അതായത് പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള ബന്ധം സ്ട്രാറ്റജിക് ഡിഫൻസ് ആങ്കർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അത്ര ശക്തമായിട്ടുള്ള ഡിഫൻസ് ബന്ധം ഉള്ളതാണ് പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് ഞങ്ങളുടേത് ടൈം ടെസ്റ്റഡ് പ്രൂവൻ ആയിട്ടുള്ള സൈനോ പാകിസ്ഥാൻ ബന്ധമാണ്. ആ ബന്ധത്തിന് ഉലച്ചൽ വരുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയിലും പാകിസ്ഥാൻ ഏർപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് US-ഉമായിട്ട് ഒരു സ്ട്രാറ്റജിക് അലയൻസ് വെച്ച് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ചൈനയും ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പാകിസ്ഥാന്റെ സൈഡിൽ നിന്നും ചൈനയെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ചൈന ഓൾറെഡി തന്നെ അത് അക്കൗണ്ടബിലിറ്റിയിൽ എടുത്തിട്ടുണ്ട്. അതായത് പാകിസ്ഥാന്റെ അമേരിക്കയുമായിട്ടുള്ള ഈ ഒരു ബന്ധം ചൈന ഓൾറെഡി തന്നെ അവരുടെ അക്കൗണ്ടബിലിറ്റിയിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അതായത് ഇതിനു മുമ്പുള്ള ആ ഒരു ബന്ധം പോലെ ആയിരിക്കില്ല ഇനി അങ്ങോട്ട്. ആ ഒരു ബന്ധം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ലിമിറ്റ് ചെയ്യേണ്ടി വരും പാകിസ്ഥാന്. അങ്ങനെ ചൈനയുടെ ഡിഫറെന്റ് ഒപ്പീനിയൻ വന്നതുകൊണ്ടാണ് അതിനെ പാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് ഈ രീതിയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ISRO സയന്റിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ചിരഞ്ജീവി പനീൻഡ്ര, ഈ ചിരഞ്ജീവി പനീൻഡ്ര ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. സ്പേസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പ്, പ്രൈവറ്റ് സ്റ്റാർട്ടപ്പ് ആണ്. ഇതിന്റെ പേര് കോസ്മോസർവ് സ്പേസ് എന്നാണ്. ഇത് ഹൈദരാബാദിലാണ് ഈ ഒരു കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ ഇതിന്റെ ഒരു വളർച്ച, ഇതിന്റെ പ്രോജക്റ്റുകൾ, കാര്യങ്ങളെല്ലാം തന്നെ ഓൾറെഡി ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ISROയുടെ മുൻ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ തന്നെ പുള്ളിക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അപ്പൊ ആ കമ്പനിക്കും ഈ ഒരു ക്രെഡിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീ സീഡ് ഫണ്ടിങ് എന്നുള്ള നിലയിൽ ഓൾറെഡി തന്നെ $3.17 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഈ കമ്പനിക്ക്. $3.17 മില്യൺ വർത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് ഈ കമ്പനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. കോസ്മോസർവ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഇന്ത്യ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തിരിക്കുകയാണ്. ഒക്ടോബർ 1 മുതൽ ബ്രാൻഡഡ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റിന്റെ മേളിൽ ട്രംപ് പറഞ്ഞിരിക്കുന്ന 100% താരിഫ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ പ്രോഡക്റ്റുകൾ ഏതൊക്കെ രീതിയിലാണ് ഈ താരിഫ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നത്, എന്തൊക്കെ പ്രോഡക്റ്റുകൾക്ക് എക്സംഷൻ കിട്ടും, ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതിനനുസരിച്ച് ഇന്ത്യയിലുള്ള ഫാർമ കമ്പനികൾ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് റെഗുലറൈസ് ചെയ്യുന്നതായിരിക്കും. ഷഹബാസ് ഷെരീഫ് എന്ന് പറഞ്ഞ പാക് പ്രധാനമന്ത്രി പാകിസ്ഥാന് വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ട് ഒരു കാര്യങ്ങളും യുണൈറ്റഡ് നേഷൻസിൽ സംസാരിച്ചില്ല. പുള്ളിക്കാരൻ സംസാരിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞത്, വേൾഡിൽ തന്നെയുള്ള ഒരു ഗ്ലോബൽ പീസ് മാൻ ആണ് ട്രംപ്. ട്രംപിന് നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് താണ് കേണ് കരഞ്ഞ് കൂവി വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്.
എങ്ങനെയെങ്കിലും ട്രംപിന് നൊബൽ പ്രൈസ് കൊടുക്കണം, ഹി ഡിസേർവ് ഫോർ നൊബൽ പ്രൈസ് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിച്ചത്. ഷഹബാസ് ഷെരീഫ് UN ജനറൽ അസംബ്ലിയിലേക്ക് വന്നത് തന്നെ ഡൊണാൾഡ് ട്രംപിന് നൊബൽ സമ്മാനം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നതായിട്ട് മനസ്സിലാക്കുന്നത്. കാരണം ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി അവിടെ പറഞ്ഞു വെച്ചത്. അല്ലാതെ പാകിസ്ഥാന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സെന്റൻസ് അവിടെ സംസാരിച്ചോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പാകിസ്ഥാൻ പട്ടിണിയിലാണ്. IMF അവരുടെ പുറകെ നടക്കുകയാണ് ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട്. 170 ബില്യൺ പാക് കറൻസി വർത്ത് അടയ്ക്കാനുണ്ട്. ആ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഒരു പീസ് മേക്കർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയിട്ട് പോയി യുണൈറ്റഡ് നേഷൻസിൽ അഡ്രസ് ചെയ്തത്. അപ്പൊ എന്തായാലും കുറെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.